അസ്സലാമു അലൈക്കും. എടാ, +2 മോഡൽ എക്സാമിന് വരാൻ സാധ്യതയുള്ള ചോദ്യമാണ്. നമുക്ക് ഇങ്ങനെ ഒന്നോ രണ്ടോ മൂന്നോ ടോപ്പിക്ക് തരും, വിഷയങ്ങൾ തരും. ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് പറയുന്നത് ഇത് തഹ്നിയ എന്ന് പറഞ്ഞാൽ ഗ്രീറ്റിങ്സ് എന്നാണ്. ഗ്രീറ്റിങ്സ്, ആശംസാ കാർഡ് തയ്യാറാക്കണം. അപ്പോൾ ഈ തഹ്നിയത്ത് ചോദിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ അറിയോ, നമ്മൾ ഈ ഓരോന്നിനെ കുറിച്ചിട്ടും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഒരു ബോക്സ് വരക്കണം. ഈ ഓരോ വിഷയത്തിനും ഓരോ ബോക്സ് വരക്കണം. ഒന്നാമത് നമ്മൾക്ക് ഈദുൽ അദ്ഹ എന്നുള്ള വിഷയം നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഏത് വിഷയത്തിലാണ് നമ്മൾ ഇത് തയ്യാറാക്കുക, ആ വിഷയം നമ്മൾ വലുതാക്കിയിട്ട് എഴുതാം. ഈദുൽ അദ്ഹ എഴുതി അല്ലേ, ഈദുൽ അദ്ഹ. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇതിനൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് പിന്നെ ഒരു ഇതൊക്കെ കൊടുക്കാം, ഡിസൈനൊക്കെ കൊടുക്കാം, നിങ്ങളുടെ ഇഷ്ടം പോലെ അല്ലേ. ഈദുൽ അദ്ഹ എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റൈലിലൊക്കെ ആക്കാം. നിങ്ങൾ മൊത്തം ആക്കാൻ നിൽക്കണമെന്നില്ല. ഓക്കെ, ഈദുൽ അദ്ഹ എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം പോലെ ഒരു ഡിസൈനൊക്കെ കൊടുത്ത് സെറ്റാക്കാം. അത് ഹെഡിങ് അതാണ്. ഓക്കെ, ഹെഡിങ് ആയല്ലോ. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു മെസ്സേജാണ് താഴത്ത് എഴുതുന്നത്. അപ്പോൾ ഇതിൽ വന്നു വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പെരുന്നാൾ നമുക്ക് ഈദ് മുബാറക്ക് എന്ന് എഴുതാം അല്ലേ, ഈദ് മുബാറക്ക് എന്ന് എഴുതാം. ഓക്കെ, ഇനി പിന്നെ അതിന് പുറമെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഈദ് മുബാറക്ക് എഴുതാം. പിന്നെയോ ഈദുൻ സഈദ് ഇതൊക്കെ എഴുതാം. അപ്പോൾ നിങ്ങൾ ഈ വിഷയങ്ങളെക്കുറിച്ച് ഒരു കോമൺ രീതിയിൽ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് എഴുതാം. ഞാൻ എഴുതാൻ പോകണമെന്ന് വെച്ചാൽ, നിങ്ങൾ ഇവിടെ കൊടുത്ത വിഷയം ഏതാണോ, നിങ്ങൾക്ക് മീനിങ് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ആ വിഷയങ്ങൾ നേരെ എടുത്ത് എഴുതാം. ഇത് നിങ്ങൾക്ക് എല്ലാത്തിലും എഴുതാൻ പറ്റിയൊരു മെസ്സേജ് ഞാൻ പറഞ്ഞു തരാൻ പോവുകയാണ് കേട്ടോ. ഇതൊരു പെരുന്നാളോടനുബന്ധിച്ച് നമ്മളെന്ത് ചെയ്യാം, പെരുന്നാളോടനുബന്ധിച്ച് നമ്മൾ ഗ്രീറ്റിങ്സ് പറഞ്ഞാൽ അയാൾക്കൊരു ആശംസ അറിയിക്കും. അപ്പോൾ ആശംസ അറിഞ്ഞ വാക്ക് ഇതാണ് കേട്ടോ, ഉഹന്നിഉ ലക, ഞാൻ നിനക്ക് നേരുന്നു. ഉഹന്നിഉക എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ ആശംസിക്കുന്നത്. ഉഹന്നിഉ ലക, ഞാൻ നിനക്ക് നേരുന്നു. ഹയാത്തൻ സഈദത്തൻ, ഹയാത്തൻ സഈദത്തൻ, ഞാൻ നിനക്കൊരു ഹാപ്പി ലൈഫ് നേരും, നല്ല ജീവിതം നിനക്ക് ഉണ്ടാവട്ടെ എന്ന് നേരും. ഈ മെസ്സേജ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും എഴുതാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് എല്ലാത്തിലും എഴുതി കൊടുക്കാം അല്ലേ. ഇനിയോ അല്ലേ, ബാറക്കല്ലാഹു ഫീക്ക്, അള്ളാഹു നിനക്ക് ബർക്കത്ത് നൽകട്ടെ. ക്ലിയർ ആയല്ലോ. കാരണം ഏതൊരു കാര്യത്തിൽ ഇപ്പോൾ ആമും ചെയ്ത് ഹാപ്പി ന്യൂ ഇയർ വരും, അപ്പോൾ തന്നെ പറയാം നിനക്ക് നല്ല ജീവിതം നൽകുന്നു, അള്ളാഹു ബർക്കത്ത് നൽകുക. ഓണത്തോട് നമുക്ക് എന്ത് പറയാം, നിനക്ക് നല്ല ഹാപ്പി ലൈഫ് ഉണ്ടാവട്ടെ, അള്ളാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, അപ്പോൾ പിന്നെ ഇവിടെ അള്ളാഹു എന്നുള്ള കൺസെപ്റ്റ് ദൈവം എന്നുള്ളതിലും അള്ളാഹു എന്ന് അറബി ഭാഷയിൽ ഉപയോഗിക്കും, അല്ലെങ്കിൽ ഇലാഹു എന്ന് ഉപയോഗിക്കും. നമ്മൾ അള്ളാഹു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ. എന്താണോ വിഷയം അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ബോക്സ് ഹെഡിങ് കൊടുക്കുന്നു, എന്നിട്ട് അതിനെക്കുറിച്ചിട്ട് ഒന്നോ രണ്ടോ ലൈന് മെസ്സേജ് എഴുതുന്നു. എന്നിട്ട് നമ്മൾ വേണമെങ്കിൽ നമുക്ക് ഈ ഇതുമായി ബന്ധപ്പെടുന്നെങ്കിലൊക്കെ ഡിസൈനുകളൊക്കെ വേണം കൊടുക്കുക, നിങ്ങളെ ഇഷ്ടം പോലെ. അപ്പോൾ ഒരു ഗ്രീറ്റിംഗ് ആയി. അപ്പോൾ എത്ര വിഷയത്തെക്കുറിച്ച് പറഞ്ഞോ അത്രയും ബോക്സ് നമ്മൾ എന്ത് ചെയ്യണം, വരക്കണം. എന്തായാലും നിങ്ങൾക്ക് 3 മാർക്കിന് ചോദിക്കാനോ 4 മാർക്കിന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിൽ ഫുൾ മാർക്ക് കിട്ടാനുള്ള ഒരു വകുപ്പാണ്. ഇതൊന്നും ഒഴിവാവില്ല, ഫുൾ മാർക്കും കിട്ടും. ഇതേപോലെ ചെയ്താൽ മതി. ക്ലിയറായല്ലോ. ഇനി വേണമെങ്കിൽ ഒന്നും അറിയാത്താണെങ്കിൽ ഈ മെസ്സേജുകൾ മാറ്റി എഴുതി കൊടുക്കുക. ഒന്നിലൊന്നും മറ്റൊന്നും അങ്ങനെ വേറെ എഴുതി കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ചോദ്യം ചോദിച്ചാൽ ഇതേപോലെ ഞങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ ചെയ്താൽ. ഓൾ ദി ബെസ്റ്റ്. അസ്സലാമു അലൈക്കും.